അല്ല, അന്നപ്പോ ഈ നഴ്സിംഗ് പഠിച്ചിട്ട് വിദേശത്തേക്ക് ചേക്കേറുന്ന ട്രെൻഡ് ഇല്ലേ അന്ന്? ഉണ്ട്. അന്നുണ്ട്. അല്ല, അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെയിൽ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്കോപ്പ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇവിടുന്ന് ഒരുപാട് പേര് ബാംഗ്ലൂർ പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ കേരളത്തിൽ നിന്ന് മാറി പുതിയൊരു സ്ഥലത്താണല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് പഠിച്ച് ഒന്ന് അറിയാം, ഒന്ന് സോഷ്യലൈസ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലതാണല്ലോ, കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള മലയാളികൾ കോളേജിൽ കംപ്ലീറ്റ് മലയാളികൾ. ഇംഗ്ലീഷ് പഠിച്ചില്ല, 14 ജില്ലയിൽ നിന്നുള്ള നല്ല ഉഗ്രം തെറികൾ പഠിച്ചു. ഇതുവരെ കേൾക്കാത്ത, ഞാനൊക്കെ ഇങ്ങനെയൊക്കെ തെറിയുണ്ടോയെന്ന് വിചാരിക്കുന്ന തെറികളൊക്കെ അതാണ് ആകെ പഠിച്ചത്. അപ്പം അങ്ങനെ ഒരു നഴ്സിംഗ് ബൂം, അല്ലെങ്കിൽ അന്ന് അതൊരു ബിസിനസ് ബൂമായിരുന്നു, നമുക്കറിയില്ലായിരുന്നു. അതായത് അങ്ങനെ ഒരുപാട് അഡ്മിഷൻ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഒരുപാട് പേര് നഴ്സിങ്ങും പല പല പരിപാടിയായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ വിചാരം ഇത് പഠിച്ചങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റേ സാധനം കത്തിച്ച് വെച്ചേക്കാണ്, മറ്റേ ഫ്ലൈറ്റ് മറ്റേ ചൂട്ടൊക്കെ വെച്ച് കത്തിച്ച് കയറിയിരുന്നത്, മറ്റേ സാധനം നേരെ എബ്രോഡ് പോയി കുറേ കാശ് ഇങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പ്രൊഫഷനാണ്. അത് അങ്ങനെ മനസ്സിൽ താല്പര്യമില്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. ഒരുപാട് പേഷ്യൻസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ പഠിച്ച് തീർത്തു, മനപ്പാടം പാസ്സായി. 6 മന്ത് ബാക്കായി, റിയേഴ്സ് ഉണ്ടായിരുന്നു. 6 മന്ത് പിന്നെയും കൊണ്ടേ കളഞ്ഞു. അപ്പം അങ്ങനെ 6 മന്ത് പിന്നെയും ബാക്കായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്ത് തീർത്തായിരുന്നു, പഠിച്ചിറങ്ങിയ. പക്ഷെ കാണാപ്പാടമല്ല, ഇപ്പോഴും ചോദിച്ചാൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പോൾ സുഹൃത്തുക്കളും അല്ലെങ്കിൽ സിനിമയിലുള്ള സുഹൃത്തുക്കളും പരിചയമുള്ളവർ, നീ നേഴ്സല്ലേ, നിനക്കറിയായിരിക്കുമല്ലോ മറ്റേ എന്ന് പറഞ്ഞു. ഞാൻ പോലില്ല, എനിക്കറിയാൻ പാടില്ല. അതായത് വെറുതെ കാണാപ്പാടമല്ല പഠിക്കുന്നത്, നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിലാണ് നമ്മൾ അങ്ങനെ പഠിക്കുകയുള്ളൂ. അത് എന്താ പറയുക, അന്നും ഈ പറയുന്ന കോളേജിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ഈ സ്പോർട്സ് ഡേ, ആർട്സ് ഡേ, അങ്ങനത്തെ പരിപാടിക്കായിരുന്നു ഭയങ്കര നമ്മൾ ആത്മാർത്ഥമായിട്ട് കൊത്തിയൊരുങ്ങി ഇറങ്ങി നടക്കുന്നത്. ആ ടൈമിലായിരുന്നു. ആർട്സ് ഡേക്ക് എന്തൊക്കെയായിരുന്നു കലാ ഇനങ്ങൾ? ഡാൻസ്, പാട്ട്, പിന്നെ സ്കിറ്റ്, അങ്ങനത്തെ പരിപാടി, ഫാഷൻ ഷോ, പിന്നെ ഫാഷൻ ഷോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പോർട്സിന് ഉണ്ടാവും, സ്പോർട്സ് ഡേക്ക് എല്ലാം ഉണ്ട്. ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ടാണ് പഠിക്കുന്നത്. ചെറുപ്പം പോലെ സ്പോർട്സ് ഉണ്ടല്ലോ ലൈഫിൽ? ഉണ്ട്. കാരണം ഗ്രൗണ്ട് തൊട്ടടുത്തല്ലേ, വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്രൗണ്ട്. ഒരു മതിൽ ചാടി കഴിഞ്ഞാൽ ഗ്രൗണ്ടാണ്. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു മതിലങ്ങ് ചാടി കഴിഞ്ഞാൽ ഗ്രൗണ്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീടിനടുത്തുള്ള എല്ലാവരും തന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്കും എല്ലാവരും ഈ കോളേജും അല്ലെങ്കിൽ പല പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഉള്ളത്. എല്ലാവരും മതിലിൻ്റെ മേളിൽ നിരന്നിങ്ങനെ ഇരിക്കും. അവിടെ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, അങ്ങനെ പരിപാടികളാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ഗ്രൗണ്ട് തന്നെ പല ഇതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ്. ഒരു ഗ്രൗണ്ടിൽ തന്നെ ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അല്ലാതെ ഇപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അതിനപ്പുറത്ത് ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇങ്ങനെയുണ്ട്. അപ്പം നമ്മളിത് എല്ലാത്തിലും ഒരു സ്ഥലത്ത് കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഫുട്ബോൾ ഉണ്ടെങ്കിൽ അവിടെ കയറി കളിക്കും. അങ്ങനെയായിരുന്നു. അത് ഗ്രൗണ്ട് അടുത്തുള്ളതുകൊണ്ട് തന്നെ ഈ സ്പോർട്സും അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. എപ്പോഴാണ് ഞാൻ അഭിനയിച്ചാൽ നന്നായിരിക്കും, എനിക്കൊരു നടനാവേണ്ടത്, എനിക്ക് ആക്ടറാണ് പ്രൊഫഷൻ ആക്കേണ്ടത്, അത് തീരുമാനിച്ച മൊമെൻ്റ് ഏതാ? 2009 അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നതും അത് അൽഫോൺസിൻ്റെ അടുത്ത് പറയുന്നതും. അത് എനിക്ക് ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണാനൊക്കെ പോകുമായിരുന്നു, അൽഫോൺസ്, നിവിൻ, നമ്മളൊക്കെ. അപ്പോൾ നിവിനത് പണ്ടേ ആഗ്രഹമുണ്ട്, അൽഫോൺസിനും സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട്. അവൻ ഫോട്ടോസൊക്കെ എടുത്ത് അവൻ്റെ പോർട്ട്ഫോളിയോ ഫോട്ടോസൊക്കെ ആദ്യമേ കാണാറുണ്ട്. അവനാണ് മറ്റേ കുറച്ച് നമ്മുടെ ഇടയിൽ ടെക്കി എന്ന് പറയുക, ടെക്കല്ല ഈ പറയുന്ന കമ്പ്യൂട്ടറും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര മറ്റേ DVD റൈറ്റ് ചെയ്യുക, ഫ്ലോപ്പി ഡിസ്ക്, അങ്ങനത്തെ പരിപാടികൾ, ഇതൊക്കെ ഇവൻ്റെ അടുത്ത് നിന്ന് അതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇവനാണ് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്ന ആൾ. അതിൻ്റെ ഒപ്പം തന്നെ സിനിമ എന്നുള്ള പാഷനും പരിപാടികളും ആയിട്ട് നടക്കുന്നുണ്ട്. അഭിനയമായിരുന്നു അന്ന് കൊണ്ടിരിക്കും. ഇപ്പം അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. അത് അന്ന് അഭിനയിക്കാനായിട്ട് നടന്നിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അറിയില്ല, സുഹൃത്തുക്കളാണ്. അപ്പോൾ നിവിനുണ്ട്, നിവിനെ വെച്ച് മ്യൂസിക് വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളും പരിപാടികളൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പറയാൻ ഭയങ്കര മടിയാണ്. കാരണം നമ്മളെ കൊണ്ടൊക്കെയോ പറ്റുമോ എന്നുള്ളൊരു ഭയങ്കര കോൺഷ്യസ്നെസ്, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത പരിപാടിയായിരുന്നു.
അത് ഒരു 2009 ആയപ്പോഴാണ് ആ ധൈര്യത്തിൽ പരിപാടി പറയുന്നത്. അന്ന് അൽഫോൺസ് ചെന്നൈയിൽ SAയിൽ പഠിച്ചു കഴിഞ്ഞ് അവൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അയച്ചു തരും, ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയാനായിട്ട് റിവ്യൂസ് കേൾക്കാനായിട്ട് അവൻ അയച്ചു തരാറുണ്ട്. ഞാൻ നിവനൊക്കെ ഇരുന്ന് ഒരുമിച്ച് കളി. ഞാനന്ന് ബാംഗ്ലൂരാണ്, നിവനും ബാംഗ്ലൂർ ഇൻഫീൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. അപ്പം നേഴ്സിംഗിന് കയറാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അവിടെ എന്തെങ്കിലും കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യാനായിട്ട്, അങ്ങനെ എന്തെങ്കിലും പാർട്ട് ടൈം എന്തെങ്കിലും പരിപാടി കിട്ടുമെന്ന് പറയാനായിട്ട് ബാംഗ്ലൂർ പോയി നിന്നിട്ട് നിവിനും ഫ്രണ്ട്സ് ഒരുമിച്ചൊരു സ്പേസ് എടുത്തിട്ടുണ്ട്. അവിടെ പോയി ഞാനും അവിടെ തന്തേവാസിയായിട്ട് കൂടെ നിന്ന് അപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇൻഫോസിസിൽ പോവും, ജോബ് കഴിഞ്ഞ് പോയിട്ട് വരും. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങും പരിപാടികളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ ഒരുപാട് കോൾ സെൻറ്ററിലൊക്കെ പോയി. അവിടെ ചെന്ന് മറ്റേ ലാംഗ്വേജ് വേണമല്ലോ. ലാംഗ്വേജ് എന്ന് പറഞ്ഞ സാധനം സംസാരിച്ച് നമുക്ക് ശീലമില്ലല്ലോ. പണ്ട് പോലെ ഈ പറയുന്ന പോലെ ബാംഗ്ലൂരൊക്കെ പഠിച്ചെങ്കിൽ ഞാൻ പറഞ്ഞില്ല തെറി അത് ഫക്യൂ എന്ന് പോലും പറയാൻ പറ്റില്ല, അതുപോലെ അറിയില്ല. മലയാളത്തിലെ നല്ല ഉശ്രൻ മറ്റേ ഡിക്ഷണറിയിലുള്ള മറ്റേ സാഹിത്യപരമായ തെറികൾ വരെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഇംഗ്ലീഷൊന്നും നമുക്ക് സംസാരിക്കാനുള്ളൊരു ഇതൊന്നുമില്ല. അപ്പോൾ കോൾ സെൻറ്ററിലാണ് വർക്ക് ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നത്. എല്ലായിടത്തും ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ വായ തുറന്ന് കഴിയുമ്പോൾ തന്നെ അവർ പറയും ഓക്കെ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറയും. അപ്പം അങ്ങനെ കുറേ നാൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അൽഫോൺസ് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ട്, പിന്നെ ഇവൻ്റെ കൂടെ. അപ്പോൾ അൽഫോൺസ് ഇടയ്ക്ക് ബാംഗ്ലൂർക്ക് വന്നിട്ട് ഇവർ മ്യൂസിക് വീഡിയോ ഒരെണ്ണം ചെയ്യാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഭയങ്കര നമ്മളെല്ലാവരും സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. ഇവരിങ്ങനെ പരിപാടികൾ ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ അവരെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് 2009 ഞാൻ പറയുന്നത്. കാരണം ഞാനന്ന് IELTS ഒക്കെ ചെയ്ത് UK പോകാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ടൈമിൽ റിസഷൻ പീരീഡ് ആയിരുന്നു. വിസ ക്യാൻസലായി, റിജക്റ്റായി. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോഴാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അൽഫോൺസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെന്നൈയിൽ നിന്ന് നാട്ടിൽ വരും. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. അപ്പോൾ സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എനിക്കിത് പറയാൻ മടിയാണ്, ഞാനിതൊക്കെ ഇതിലൊക്കെ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിലും ഇത് പറയാറായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ആലോ പാലസിൽ വെച്ചിട്ടാണ് ഒരു ദിവസം, അന്ന് നല്ലൊരു കട്ട ബ്രേക്കപ്പും കൂടി കിട്ടി. അപ്പോൾ ആകെ മുഞ്ചി തെളിഞ്ഞിരിക്കുക. അങ്ങനത്തെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ളൊരു കാര്യം ഞാൻ ഡിസ്കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വയം ഇരുന്നൊന്ന് ആലോചിക്കുന്നത്. എന്ത് വേണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ആവേണ്ടതെന്നൊക്കെ ഉള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ അന്നാണ് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആഗ്രഹം. അപ്പം നമ്മൾ ഒന്നൊന്ന് ഫ്ലാഷ് ബാക്ക് പരിപാടിയിലേക്ക് പോയി നമ്മൾ എന്താണ് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പാരിഷിൽ ഭയങ്കര ആക്റ്റീവാണ്, കോളേജിൽ ഭയങ്കര ആക്റ്റീവാണ്. ഈ ആർട്സ് ഡേക്കും അല്ലെങ്കിൽ പാരിഷ് ഡേക്കൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അൽഫോൺസ് ഉണ്ട്, നിവിനുണ്ട്. ഞങ്ങളുടെയൊക്കെ ഡാൻസ് കാണാനായിട്ട് അന്ന് ആരാധകരുടെ കൂട്ടമാണ് പാരിഷിലൊക്കെ. അതായത് ഞങ്ങൾ ഡാൻസിങ് സ്റ്റാർസാ ചെറിയ പക്ഷെ പറയൂട്ടോ, നമ്മൾ സ്റ്റേജിൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ പറയുന്ന മറ്റേ ഫ്ലിക്കർ പരിപാടി ഇല്ല, അത് കംപ്ലീറ്റ് ഇവിടെ പുക നിറച്ചിട്ടോളം പറയും. പക്ഷെ ഫ്ലിക്കറിൽ ഭയങ്കര രസമാണ്, ഭയങ്കര സ്ലോ മോഷൻ പോലെ. നമ്മൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ലോ മോഷൻ പോലത്തെ ഫീൽ ഉണ്ട്. അതുപോലത്തെ ലൈറ്റ്സ് ആയിരുന്നു ഫ്ലിക്കർ പരിപാടികളൊക്കെ. അപ്പോൾ നേരെ നമ്മുടെ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ക്ലാപ്പും പരിപാടികളും. ഭയങ്കര ഡാൻസറായിരുന്നു. ഞങ്ങൾ മജു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അൽഫോൺസ് ഉണ്ടായിരുന്നു. അൽഫോൺസും ഭയങ്കര ഡാൻസായിരുന്നു. അൽഫോൺസ് വേറൊരു ടീമായിട്ടായിരുന്നു ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ വേറെ ടീമായിട്ടാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ പേരൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്കും ഭയങ്കര ആർപ്പുകളിയും പരിപാടിയും. ബാക്കിലപ്പോൾ ബാക്ക് സ്റ്റേജിൽ മറ്റേ ഗ്ലൂക്കോസ് കൂടി ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് കൂടി എൻ്റെ കലക്കി വായിലേക്ക് വെച്ച്. അതായത് 3 മിനിറ്റ് 4 മിനിറ്റ് ഉള്ളൊരു ഡാൻസ് ആയിരിക്കും, 3.5-4 മിനിറ്റ്. അത്രയും നേരം എനർജി കിട്ടണമല്ലോ. ഒരൊറ്റ പൊളിയാണ്. സ്റ്റേജിൽ കയറി കർട്ടൻ പൊങ്ങണം അത്ര ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ഒരൊറ്റ പൊളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക. അത്രയും ഇതായിരിക്കും. കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അപ്രീസിയേഷനും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പാരിഷിൽ ഇത് കണ്ടിട്ട് നമ്മൾ വേറെ പല പാരിഷിലും ഇതുപോലെ തന്നെ നിവിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പോയി ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഡാൻസ് അത്രയും ഫേമസ് ആയി കഴിഞ്ഞിട്ട് അങ്ങനെ വിളിച്ചൊക്കെ കളിപ്പിക്കും. അതൊക്കെ അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ആ റെസിഡൻസ് അസോസിയേഷന് പോയപ്പോൾ കിട്ടിയ ചെറിയ ട്രോഫി ഉണ്ട്. അതൊക്കെയാണ് ആദ്യമൊക്കെ കിട്ടിയ ട്രോഫി എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ആർട്സും അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അത്
ഞാനൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയി ഇതൊക്കെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ധൈര്യം കിട്ടുന്നത്. അങ്ങനെയാണ് അൽഫോൺസിൻ്റെ അടുത്ത് പറയുന്നത്. അൽഫോൺസ് ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്ത്, ചെറുതായിട്ടൊന്നല്ല നല്ല രീതിയിൽ എന്താ പറഞ്ഞ വാക്കുകൾ എക്സാക്ട് ഓർമ്മയുണ്ടോ? അത് പറഞ്ഞത്, അതായത് നിനക്കെന്ത് ട്രൈ ചെയ്തുകൂടെ, നിനക്ക് ട്രൈ ചെയ്യാമല്ലോ, നല്ല ആവശ്യത്തിനുള്ള പൊക്കമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല ശബ്ദമുണ്ട്, എന്ത് ചെയ്ത് ധൈര്യമായിട്ട് ചെയ്യല്ലോ, നീ ധൈര്യമായിട്ട് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഇവനാണല്ലോ ഒറ്റയ്ക്ക് സിനിമ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര രസമാണല്ലോ, ഒരുമിച്ച് കയറുന്നതിൻ്റെ ഒരു സുഖവും കാര്യങ്ങളുണ്ടല്ലോ. സുഹൃത്തുക്കൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ ഭയങ്കര സ്ട്രെങ്ത്താണ്. അപ്പം അങ്ങനത്തെ ഇതിൽ അവൻ ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗോബൂസിൽ. പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്, അതായത് ഗോബൂസിൽ ഒരുപാട് സിനിമ ആഗ്രഹമായിട്ട് നിന്നിരുന്ന ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. കുറേ പേരൊക്കെ അതുപോലെ പിന്നീട് വന്നു. സജിനൊക്കെ അങ്ങനെ ഗോബൂസിലുണ്ടായിരുന്നാണ്. സജിൻ ഇടയ്ക്ക് അവിടെ ഗോബൂസിൽ വരാറുണ്ടായിരുന്നു, സജിൻ ഗോപു.